ഹായ് ഹലോ റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ചൈൽഡ് സൈക്കോളജി ആണല്ലേ. LP-UPക്കാർക്കും KTTക്കാർക്കൊക്കെ മെയിനായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് ചൈൽഡ് സൈക്കോളജി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് പഠന രീതികൾ അല്ലേ. അപ്പോൾ എന്താണ് പഠന രീതികളെന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിലവിലുള്ള പാഠ്യ പദ്ധതിയാണ് പഠന രീതി എന്താവണമെന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ പഠന രീതി എന്താവണമെന്നും എങ്ങനെയാവണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് ആരാണ്? പാഠ്യ പദ്ധതിയാണ് അല്ലേ. 2 തരം പഠന രീതികളാണ് ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് ശിശു കേന്ദ്രീകൃത രീതി എന്നും 2 അധ്യാപക കേന്ദ്രീകൃത രീതി എന്നും അല്ലേ. അങ്ങനെ 2 പഠന രീതികളാണ് ഉള്ളത്. ശിശു കേന്ദ്രീകൃത രീതിയിൽ ഉൾപ്പെടുന്നവയാണ് അന്വേഷണാത്മക രീതി, പ്രശ്ന പരിഹരണ രീതി, അപഗ്രഥന രീതി, പ്രൊജക്റ്റ് രീതി, കളി രീതി. ഏതൊക്കെയാണ്? അന്വേഷണാത്മക രീതി, പ്രശ്ന പരിഹരണ രീതി, അപഗ്രഥന രീതി, പ്രൊജക്റ്റ് രീതി, കളി രീതി. ഇതൊക്കെ ശിശു കേന്ദ്രീകൃത രീതിയിൽ പെടുന്നതാണ്. ഇനി അടുത്തത് അധ്യാപക കേന്ദ്രീകൃത രീതി അല്ലേ. ഇതിൽ പെടുന്നതാണ് ആഗമന നിഗമന രീതി, പ്രഭാഷണ രീതി, ഡെമോൺസ്ട്രേഷൻ രീതി. ഇതൊക്കെ അധ്യാപക കേന്ദ്രീകൃത രീതികളാണ്. ഓക്കെ, രണ്ടും തമ്മിൽ മാറിപ്പോവരുത് കേട്ടോ. ശിശു കേന്ദ്രീകൃത രീതിയിൽ ഉൾപ്പെടുന്ന ഒരു രീതിയാണല്ലോ അന്വേഷണാത്മക രീതി അല്ലേ. ഇതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹ്യൂറിസ്റ്റിക് രീതി, കണ്ടെത്തൽ രീതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പഠന രീതിയാണ് അന്വേഷണാത്മക രീതി. ഈ അന്വേഷണാത്മക രീതി ഏത് രീതിയിൽ പെടുന്നതാണ്? ഏത് പഠന രീതിയിൽ പെടുന്നതാണ്? ശിശു കേന്ദ്രീകൃത പഠന രീതിയിൽ പെടുന്നതാണ് അല്ലേ. അപ്പോൾ ഈ അന്വേഷണാത്മക രീതിയെ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഹ്യൂറിസ്റ്റിക് രീതി എന്നും കണ്ടെത്തൽ രീതി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലേ. ഹ്യൂറിസ്റ്റിക് രീതിയുടെ ഉപജ്ഞാതാവ്, വെരി ഇമ്പോർട്ടൻറ്റ്, ഹ്യൂറിസ്റ്റിക് രീതിയുടെ ഉപജ്ഞാതാവ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പ്രൊഫസർ ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ആണ് ഹ്യൂറിസ്റ്റിക് രീതിയുടെ ഉപജ്ഞാതാവ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്താണ് ഈ അന്വേഷണാത്മക പഠന രീതി എന്നറിയണം അല്ലേ. ഒരു സന്ദർഭവുമായോ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയ നിവാരണത്തിനായുള്ള അന്വേഷണമാണ് അന്വേഷണാത്മക പഠന രീതി. എന്താണ്? ഒരു സന്ദർഭവുമായോ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയ നിവാരണത്തിനായുള്ള എന്താണ്? അന്വേഷണമാണ് അന്വേഷണാത്മക പഠന രീതി. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിലൊരു കീവേഡ് ഉണ്ടാവും. ഇപ്പം അന്വേഷണാത്മക പഠന രീതി എന്ന് പറയുമ്പോൾ നമുക്കതിലൊരു കീവേഡാണ് സംശയ നിവാരണത്തിനായുള്ള അന്വേഷണമാണ് എന്ത്? അന്വേഷണാത്മക പഠന രീതി. അപ്പോൾ സംശയ നിവാരണം എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ക്യാച്ച് ചെയ്ത് അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ശിശു കേന്ദ്രീകൃത പഠന രീതിയിൽ ഉൾപ്പെടുന്ന ഒരു പഠന രീതിയാണ് അന്വേഷണാത്മക പഠന രീതി. അതിലെന്തൊക്കെ നമ്മൾ പഠിച്ചു? ഹ്യൂറിസ്റ്റിക് രീതി എന്നും കണ്ടെത്തൽ പഠന രീതി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഹ്യൂറിസ്റ്റിക് പഠന രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ആണ്. ഇനി അടുത്ത ശിശു കേന്ദ്രീകൃത പഠന രീതിയിൽ ഉൾപ്പെടുന്നതാണ് പ്രശ്ന പരിഹരണ രീതി, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. 1984 അമൂർത്തമായ പ്രശ്ന പരിഹരണ ശേഷി വികസിപ്പിക്കുന്നതിന് സഹായകരമാകുന്ന ഐഡിയൽ മോഡൽ അവതരിപ്പിച്ചത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരായിരിക്കും? 1984 കേട്ടോ. അമൂർത്തമായ പ്രശ്ന പരിഹരണ ശേഷി വികസിപ്പിക്കുന്നതിന് സഹായകരമാകുന്ന എന്ത്? ഐഡിയൽ മോഡൽ അവതരിപ്പിച്ചത് ബ്രാൻഫോർഡ് ആൻഡ് സ്റ്റെയിൻ ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. ബ്രാൻഫോർഡ് ആൻഡ് സ്റ്റെയിൻ ആണ് അമൂർത്തമായ പ്രശ്ന പരിഹരണ ശേഷി വികസിപ്പിക്കുന്നതിന് സഹായകരമാകുന്ന ഐഡിയൽ മോഡൽ ഐഡിയൽ മോഡൽ അവതരിപ്പിച്ചത് ബ്രാൻഫോർഡ് ആൻഡ് സ്റ്റെയിൻ ആണ്. എപ്പോൾ? 1984. നമ്മൾ എപ്പോഴാണ് പുതിയ അറിവ് തേടിപ്പോകുന്നത്? നമുക്കറിയാം, നമ്മൾ പുതിയ അറിവ് തേടിപ്പോകുന്നത് നിലവിലുള്ള അല്ലേ ധാരണയും നൈപുണ്യമൊക്കെ മതിയാകാതെ വരുമ്പോൾ, നേരിടുന്ന പഠന പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള ധാരണയും നൈപുണ്യമൊക്കെ മതിയാവാതെ വരുമ്പോഴാണ് നമ്മൾ പുതിയ അറിവ് തേടിപ്പോകേണ്ടി വരുന്നത് അല്ലേ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ബഹുതലത്തിലുള്ള ഒരു പ്രക്രിയയാണ് പ്രശ്ന പരിഹരണ രീതി എന്ന് പറഞ്ഞത് ആരാണ്? ബഹുതലത്തിലുള്ള ഒരു പ്രക്രിയയാണ് പ്രശ്ന പരിഹരണ രീതി എന്ന് പറഞ്ഞത് മേയറാണ് കേട്ടോ. മേയറാണ് അങ്ങനെ പറഞ്ഞത്. പ്രതിഫലനാത്മക ചിന്ത, യുക്തിചിന്ത എന്നിവ വളർത്തുന്നതിന് സഹായകമാകുന്ന പഠന രീതിയാണ് ഏത്? പ്രശ്ന പരിഹരണ രീതി. അപ്പോൾ പ്രശ്ന പരിഹരണ രീതി എന്തൊക്കെ വളർത്തും? പ്രതിഫലനാത്മക ചിന്ത, യുക്തിചിന്ത എന്നിവ വളർത്താൻ സഹായകമാകുന്ന പഠന രീതി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? പ്രശ്ന പരിഹരണ രീതി എന്ന് കണ്ണും പൂട്ടി പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രശ്ന പരിഹരണ ഘട്ടങ്ങളാണ്. കേട്ടിട്ടിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഘട്ടമാണ് പ്രശ്ന പരിഹരണ ഘട്ടം കേട്ടോ. ഒന്നാമത്തെ ഘട്ടമാണ് പ്രശ്നം തിരിച്ചറിയൽ, 2 പ്രശ്നം നിർവചിക്കൽ, 3
പരികൽപ്പന രൂപീകരിക്കൽ. 4 പ്രശ്നപരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യൽ. 5 വിവരശേഖരണം. 6 അപഗ്രഥനവും നിഗമനവും. 7 വിലയിരുത്തൽ. അങ്ങനെ 7 പ്രശ്നപരിഹരണ ഘട്ടങ്ങളാണ് ഉള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രശ്നം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലേ? പിന്നെ പ്രശ്നം നിർവചിക്കണം. പിന്നെ എന്ത് ചെയ്യണം? പരികൽപ്പന രൂപീകരിക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? പ്രശ്നപരിഹാര തന്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. പിന്നെ വിവരങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യണം, വിവര ശേഖരണം. പിന്നെന്താ ചെയ്യുക? അപഗ്രഥനവും നിഗമനവും, അതായത് സൂക്ഷ്മമായിട്ട് അതിനെ പഠിക്കുക, അതിലൊരു നിഗമനത്തിലേക്ക് എത്തുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട ഘട്ടമാണ് വിലയിരുത്തണം അല്ലേ? നമുക്ക് കിട്ടിയ നിഗമനം നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തണം. ഓക്കെ, അപ്പോൾ ഇത്രയൊരു 7 ഘട്ടമാണ് പ്രശ്നപരിഹരണ ഘട്ടം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, പഠിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പഠനരീതി അല്ലേ? പഠനരീതിയെ 2ആയി തരംതിരിക്കുന്നുണ്ട്, ശിശു കേന്ദ്രീകൃതം എന്നും അധ്യാപക കേന്ദ്രീകൃതം എന്നും. അപ്പോൾ ഈ ശിശു കേന്ദ്രീകൃത പഠന രീതിയിൽ ഉൾപ്പെടുന്ന രീതികളാണ് നമ്മൾ ഇത്ര നേരം പഠിച്ച ഏതൊക്കെയാണ്? പ്രശ്നപരിഹരണ രീതിയും അന്വേഷണാത്മക രീതിയും ഒക്കെ അല്ലേ? ഇനി പഠിക്കാൻ പോകുന്ന ശിശു കേന്ദ്രീകൃത പഠന രീതിയിൽ ഉൾപ്പെടുന്ന ഒരു രീതിയാണ് അപഗ്രഥന രീതി. എന്താണ് ഈ അപഗ്രഥന രീതി? ഒരു വസ്തുവിനെ സൂക്ഷ്മമായി പഠിക്കുന്നതോടൊപ്പം അതിനെ ഘടകങ്ങളായി പിരിക്കുന്നതിനെയാണ് അപഗ്രഥനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ സൂക്ഷ്മമായി പഠിക്കുന്നതോടൊപ്പം അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടെ ചെയ്യുന്നുണ്ട്? അതിനെ ഘടകങ്ങളായിട്ട് അല്ലേ? അതിനെ ഘടകങ്ങളായി പിരിക്കുന്നതിനെയാണ് അപഗ്രഥനം എന്ന് പറയുന്നത്. നമ്മൾ മുറിച്ച് പഠിക്കത്തില്ലേ? ഒരു കാര്യം നമ്മൾ കിട്ടിയാൽ അതിന് കീറി മുറിച്ച് പഠിക്കുന്നതിനെയാണ് അപഗ്രഥന രീതി എന്ന് പറയുന്നത്. ഇനി അപഗ്രഥന രീതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഓരോ ഘട്ടത്തിലും പഠിതാവ് നിരവധി ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് പഠിതാവിൻ്റെ ചിന്താശേഷി വികസിപ്പിക്കുന്നു. നമുക്കറിയാം അല്ലേ? ഉപചോദ്യങ്ങളൊക്കെ ആക്കി കീറി മുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപഗ്രഥന പഠന രീതിയിലൂടെ നമ്മൾ പഠിക്കുന്നത്, ഓരോ പ്രശ്നവും പരിഹരിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും പഠിതാവ് നിരവധി ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് പഠിതാവിൻ്റെ ചിന്താശേഷി വികസിപ്പിക്കാനായിട്ട് സഹായകമാകുന്നു. പിന്നെന്താ പറയുന്നത്? മനസ്സിൻ്റെ ഉയർന്ന തലത്തിലുള്ള പ്രകടനമാണ് എന്ത്? അപഗ്രഥനം. അപഗ്രഥനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉയർന്ന തലത്തിലുള്ള പ്രകടനമാണ്. അറിയാത്തതിൽ നിന്ന് അറിയുന്നതിലേക്ക് പഠിക്കുന്നതാണ് എന്ത്? അപഗ്രഥന രീതിയുടെ പ്രത്യേകത. അറിയാത്തതിൽ നിന്ന് അറിയുന്നതിലേക്ക് അല്ലേ പഠിക്കുന്നതാണ് അപഗ്രഥന രീതിയുടെ പ്രത്യേകത. പ്രശ്നത്തെ ലഘുഘടകങ്ങളാക്കുന്നു. പ്രശ്നത്തെ എന്താക്കുന്നു? ലഘുഘടകങ്ങളാക്കുന്നു. പിന്നെന്താണ്? മനഃശാസ്ത്രപരമാണ് ഈ ഒരു അപഗ്രഥന രീതി എന്ന് പറയുന്നത്. മനഃശാസ്ത്രപരമാണ്. അപഗ്രഥന രീതിയുടെ 2 ഡീമെറിറ്റ്സ് ആണ്. ഓർമ്മശക്തിക്ക് സ്ഥാനം ഉണ്ടാവില്ല, അതുപോലെ തന്നെ സമയനഷ്ടവും ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? 4ാമത്തെ രീതിയാണ് പ്രൊജക്റ്റ് രീതി. എന്താണ് ഈ പ്രൊജക്റ്റ് രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക എന്നുള്ളതേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് രീതി എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ജീവിത പ്രശ്നമോ സന്ദർഭികമായി വന്നു ചേരുന്ന പ്രശ്നമോ നിശ്ചിത സമയത്തിനുള്ളിൽ അപഗ്രഥിച്ച് പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് പ്രൊജക്റ്റ് രീതി. ഇതിൻ്റെ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിത സമയത്തിനുള്ളിലാണ് അല്ലേ? അതിനൊരു ടൈം ഉണ്ട്. അപ്പോൾ ഈ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അപഗ്രഥിച്ച് പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് പ്രൊജക്റ്റ് രീതി. വില്യം എച്ച് കിൽപാട്രിക് ആണ് പ്രൊജക്റ്റ് രീതി രൂപപ്പെടുത്തിയത് കേട്ടോ. വില്യം എച്ച് കിൽപാട്രിക് ആണ് പ്രൊജക്റ്റ് രീതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, PYQ ആണ്. ഓക്കെ, എങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക? പ്രൊജക്റ്റ് രീതി രൂപപ്പെടുത്തിയത് ആരാണ്? വില്യം എച്ച് കിൽപാട്രിക് ആണ്. ജോൺ ഡ്യൂയുടെ പ്രായോഗിക വാദവുമായി ബന്ധമുള്ള പഠന രീതിയാണ് പ്രൊജക്റ്റ് രീതി. അപ്പോൾ ജോൺ ഡ്യൂയി എന്ന് പറയുന്നത് ഏത് വാദവുമായി ബന്ധപ്പെട്ടതാണ്? പ്രായോഗിക വാദവുമായി ബന്ധപ്പെട്ടതാണ്. ജോൺ ഡ്യൂയുടെ പ്രായോഗിക വാദവുമായി ബന്ധമുള്ള പഠന രീതിയാണ് പ്രൊജക്റ്റ് രീതി. പ്രൊജക്റ്റ് രീതി ആരുടെയാണ്? വില്യം എച്ച് കിൽപാട്രിക്കിൻ്റെ ആണ് കേട്ടോ. കൺഫ്യൂഷൻ ആവരുത്. ജോൺ ഡ്യൂയുടെ പ്രായോഗിക വാദവുമായിട്ട് ബന്ധമേ ഉള്ളൂ പ്രൊജക്റ്റ് രീതിക്ക്. എന്നാൽ പ്രൊജക്റ്റ് രീതി രൂപപ്പെടുത്തിയത് വില്യം എച്ച് കിൽപാട്രിക് തന്നെയാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. പ്രൊജക്റ്റ് രീതി രൂപപ്പെടുത്തിയത് വില്യം എച്ച് കിൽപാട്രിക് ആണ്. ഓക്കെ, അടുത്തത് പ്രൊജക്റ്റ് രീതിയുടെ ഘട്ടങ്ങൾ. നേരത്തെ പഠിച്ചത് എന്തിൻ്റെ ഘട്ടങ്ങളായിരുന്നു? പ്രശ്ന പരിഹരണ ഘട്ടങ്ങളായിരുന്നു അല്ലേ? ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് പ്രൊജക്റ്റ് രീതിയുടെ ഘട്ടങ്ങളാണ്. 5 ഘട്ടങ്ങളാണ് പ്രൊജക്റ്റ് രീതിക്ക് ഉള്ളത്. ഫസ്റ്റ് 1 സാഹചര്യം പ്രദാനം ചെയ്യൽ. 2 തീരുമാനിക്കലും ലക്ഷ്യം കണ്ടെത്തലും. 3 ആസൂത്രണം. 4 ആസൂത്രണ നിർവഹണം. 5 മൂല്യനിർണ്ണയം രേഖപ്പെടുത്തൽ. അങ്ങനെ 5 ഘട്ടങ്ങളിലൂടെയാണ് പ്രൊജക്റ്റ് രീതി പോകുന്നത്. ഓക്കെ, അടുത്തത് പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നോക്കിക്കോ. പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷതകളാണ്: പ്രശ്നാധിഷ്ഠിതമായിരിക്കും, ഉദ്ദേശാധിഷ്ഠിതമായിരിക്കും, പ്രവർത്തനാധിഷ്ഠിതമായിരിക്കും,
യാഥാർത്ഥ്യമായിരിക്കും, സ്വതന്ത്രമായിരിക്കും, ഉദ്ഗ്രഥനമായിരിക്കും, ഉപയോഗക്ഷമതയുള്ളതായിരിക്കും, ജനാധിപത്യ മൂല്യങ്ങൾ ഉള്ളതായിരിക്കും. അപ്പോൾ പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്? പ്രശ്നാധിഷ്ഠിതം, ഉദ്ദേശാധിഷ്ഠിതം, പ്രവർത്തനാധിഷ്ഠിതം, യാഥാർത്ഥ്യം, സ്വതന്ത്രം, ഉദ്ഗ്രഥനം, ഉപയോഗക്ഷമത, ജനാധിപത്യ മൂല്യങ്ങൾ. നോട്ട് ചെയ്ത് വെച്ചോളൂ, ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊജക്റ്റ് രീതിയുടെ മികവുകൾ നോക്കാം. സജീവമായ പഠന പ്രക്രിയയാണ് ഇതിലുള്ളത്, പ്രൊജക്റ്റ് രീതിയിലുള്ളത് കേട്ടോ. സജീവമായിട്ടുള്ള പഠന പ്രക്രിയയാണ് പ്രൊജക്റ്റ് രീതി എന്ന് പറയുന്നത്. പഠിതാക്കളുടെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കാനായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് രീതിയിലൂടെ സാധിക്കും. പഠിതാക്കളുടെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കുന്നു, സമഗ്ര വ്യക്തിത്വ വികസനം സാധ്യമാക്കുന്നു കേട്ടോ. സമഗ്രമായിട്ടുള്ള വ്യക്തിത്വ വികസനം എന്താണ്? സാധ്യമാക്കാനായിട്ട് പ്രൊജക്റ്റ് രീതിയിലൂടെ സാധ്യമാണ്. യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളുമായിട്ട് ബന്ധമുള്ളതായകയാൽ ഭാവി ജീവിതത്തിൽ ഈ രീതിയിലുള്ള പഠനം സഹായകമാണ്. അപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് രീതി എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥ ജീവിത പ്രശ്നവുമായിട്ട് ബന്ധമുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവി ജീവിതത്തിൽ ഈ രീതിയിലുള്ള പഠനം സഹായിക്കുന്നു. ഓക്കെ, പഠിതാവ് പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. പഠിതാവ് പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു അല്ലേ. പിന്നെന്താണ് ഇവിടെ പറയുന്നത്? അതുപോലെ തന്നെ ആത്മവിശ്വാസം വളർത്തുന്നതിനും ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കുന്നതിനും സഹായിക്കുന്നത് എന്താണ്? പ്രൊജക്റ്റ് രീതിയാണ് കേട്ടോ. ഇനി സഹകരണം, സംഘപ്രവർത്തനം, ത്യാഗം തുടങ്ങിയ സാമൂഹ്യ ഗുണങ്ങൾ ആർജിക്കുന്നതിന് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് രീതിയിലൂടെ സഹായകമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത രീതിയാണ് കളിരീതി അഥവാ ക്രീഡരീതി കേട്ടോ, പ്ലേവേ മെത്തേഡ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ക്രീഡരീതി. ക്രീഡരീതി എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം അല്ലേ. പക്ഷെ ക്രീഡരീതി എന്ന് പറയുന്നത് ഈ കളിരീതിയെ തന്നെയാണ് കേട്ടോ. കളിരീതിയുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് ഹെൻറി കാൽഡ്വെൽ കുക്കാണ് കേട്ടോ. ഹെൻറി കാൽഡ്വെൽ കുക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. കളിരീതിയുടെ പ്രചാരകൻ. സക്രിയമായ പഠന രീതി അവലംബിച്ചിരിക്കുന്ന ഒരു ബോധന രീതിയാണ് കളിരീതി അഥവാ ക്രീഡരീതി എന്ന് പറയുന്നത്. സക്രിയമായ പഠന രീതി അവലംബിച്ചിരിക്കുന്ന ബോധന രീതിയാണ് കളിരീതി കേട്ടോ. ക്രീഡരീതി അഥവാ കളിരീതി അല്ലേ, പ്ലേവേ മെത്തേഡുമായി ബന്ധപ്പെട്ട ഒരു PYQ ആണ് താഴെ പറയുന്നത്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നാറാണത്തു ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്? ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഏതായിരിക്കും അത് ക്രീഡരീതി അഥവാ ക്രീഡരീതി എന്നാണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്, കളിരീതി എന്നല്ല. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവില്ല, എന്താണ് ഈ ക്രീഡരീതി? ക്രീഡരീതി തന്നെയാണ് ഈ കളിരീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ക്രീഡരീതിയാണ് കേട്ടോ. നാറാണത്തു ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ കളിരീതി അഥവാ ക്രീഡരീതിയാണ് കേട്ടോ. ചുറ്റുപാടും സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താനും അപകടരഹിതമായ അവസ്ഥകളിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താനും സഹായകമാകുന്ന ഒരു പഠന രീതിയാണ് കളിരീതി. ഇതൊരു ഡെഫിനിഷനാണ്, അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. ചുറ്റുപാടും സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താനും അപകടരഹിതമായ അവസ്ഥകളിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താനും സഹായകമാകുന്ന പഠന രീതി എന്ന് പറയുന്നത് കളിരീതി അഥവാ ക്രീഡരീതിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശിശു കേന്ദ്രീകൃത രീതിയിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അന്വേഷണാത്മക രീതി, പ്രശ്നപരിഹരണ രീതി, അപഗ്രഥന രീതി, പ്രൊജക്റ്റ് രീതി, കളിരീതി അഥവാ ക്രീഡരീതി അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അധ്യാപക കേന്ദ്രിത രീതികളാണ് അല്ലേ. അതിൽ പെടുന്നതാണ് ആഗമന നിഗമന രീതി, പ്രഭാഷണ രീതി, ഡെമോൺസ്ട്രേഷൻ രീതി അല്ലേ. അപ്പോൾ ഈ മൂന്നെണ്ണം എന്താണെന്ന് നോക്കണ്ടേ. ആഗമന രീതി പഠന പ്രക്രിയയിൽ ധാരാളമായി പ്രയോജനപ്പെടുത്തുന്ന പഠന രീതിയാണ് ആഗമന നിഗമന രീതികൾ കേട്ടോ. അപ്പം എന്താണ്? പഠന പ്രക്രിയയിൽ ധാരാളമായി പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് ഏത്? ആഗമന നിഗമന രീതികൾ കേട്ടോ. ഉദാഹരണത്തിലൂടെയും അനുഭവത്തിലൂടെയും പൊതുതത്വത്തിലേക്ക് എത്തിച്ചേരുന്ന പഠന പ്രക്രിയയാണ് ഏത്? ആഗമന രീതി. അപ്പോൾ ആഗമന രീതി എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിലൂടെയും അതുപോലെ തന്നെ അനുഭവത്തിലൂടെയും പൊതുതത്വത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ആഗമന രീതി. ആഗമന രീതിയിൽ പഠിതാവിൻ്റെ നിരീക്ഷണത്തിലൂടെയും വിശകലനത്തിലൂടെയുമാണ് ആശയരൂപീകരണം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആഗമന രീതിയിൽ എങ്ങനെയാണ് ആശയരൂപീകരണം നടത്തുന്നത്? പഠിതാവിൻ്റെ നിരീക്ഷണത്തിലൂടെയും വിശകലനത്തിലൂടെയുമാണ് എന്ത് ചെയ്യുന്നത്? ആശയരൂപീകരണം നടത്തുന്നത്. എവിടെ? ആഗമന രീതിയിൽ. ഓക്കെ, ആഗമന രീതിയിൽ പഠിതാവ് അവരുടെ ബുദ്ധി, മുന്നനുഭവം, ചിന്താശേഷി എന്നീ മാനസിക പ്രക്രിയകൾ പഠനത്തിൽ പ്രയോജനപ്പെടുത്തും. അപ്പോൾ ആഗമന രീതിയിൽ പഠിതാവ് എന്തൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ബുദ്ധി, മുന്നനുഭവം, ചിന്താശേഷി എന്നീ മാനസിക പ്രക്രിയകൾ പഠനത്തിൽ പ്രയോജനപ്പെടുത്താറുണ്ട്.
അടുത്ത രീതിയാണ് നിഗമന രീതി. ഓക്കെ, അപ്പോൾ എന്താണ് നിഗമന രീതി? ആദ്യം സിദ്ധാന്തം അഥവാ നിയമം അവതരിപ്പിക്കുകയും പിന്നെ സന്ദർഭങ്ങളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും ആശയം വിശദീകരിക്കുകയും ചെയ്യുന്ന പഠന രീതിയാണ് നിഗമന രീതി. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ ആഗമന രീതിയെക്കുറിച്ച്. ആഗമന രീതിയിൽ എന്തായിരുന്നു? ഉദാഹരണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും പൊതുതത്വത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണ് ആഗമന രീതി. എന്നാൽ നിഗമന രീതി എന്ന് പറയുന്നത് ആദ്യം സിദ്ധാന്തം അഥവാ നിയമം അവതരിപ്പിക്കും. ആദ്യം ഒരു നിയമം അവതരിപ്പിച്ചതിന് ശേഷം സന്ദർഭങ്ങളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും ആശയം വിശദമാക്കുന്നതാണ് എന്ത്? നിഗമന രീതി എന്ന് പറയുന്നത്. ഈ നിഗമന രീതി എന്ന് പറയുന്നത് എന്താണ്? ഒരു അധ്യാപക കേന്ദ്രീകൃത പഠന രീതിയാണ് കേട്ടോ. ഇനി ഈ ആഗമന രീതിയും നിഗമന രീതിയും ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാം. ഓക്കെ, ആഗമന രീതി എന്ന് പറയുന്നത് ശിശു കേന്ദ്രിതമാണ്. നിഗമന രീതി അതായത് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് അധ്യാപക കേന്ദ്രിതമാണ്. ഓക്കെ, ആഗമന രീതി ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ശിശു കേന്ദ്രിതമാണ്. നിഗമന രീതി ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് അധ്യാപക കേന്ദ്രിതമാണ്. ഓക്കെ, ആഗമന രീതി എന്ന് പറയുന്നത് അറിവിൻ്റെ ഒഴുക്ക് ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക്. അപ്പോൾ അറിവിൻ്റെ ഒഴുക്ക് എങ്ങനെയാണ്? ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്കാണ്. എന്നാൽ നിഗമന രീതിയിൽ എങ്ങനെയാണ്? അറിവിൻ്റെ ഒഴുക്ക് എങ്ങനെയാണ്? പൊതുതത്വത്തിൽ നിന്ന് ഉദാഹരണങ്ങളിലേക്കാണ്. മാറിപ്പോവരുത്. ആഗമനം എന്ന് പറയുന്നത് ഉദാഹരണങ്ങളിൽ നിന്നും പൊതുതത്വത്തിലേക്കാണ്. എന്നാൽ നിഗമനം എന്ന് പറയുന്നത് എന്താണ്? പൊതുതത്വത്തിൽ നിന്ന് ഉദാഹരണങ്ങളിലേക്കാണ്. ഓക്കെ, ഇനി ആഗമന രീതിയിൽ എങ്ങനെയാണ്? സ്വാശ്രയശീലം വളർത്തുന്നു. എന്നാൽ നിഗമന രീതിയിൽ ആശ്രിതത്വം വളർത്തുന്നു. ഓക്കെ, സ്വാശ്രയശീലം വളർത്തുന്നത് എവിടെയാണ്? ആഗമന രീതിയിലാണ്. നിഗമന രീതിയിൽ ആശ്രിതത്വം വളർത്തുന്നു. ഓക്കെ, ഇനി ആഗമന രീതിയിൽ പുതിയ അറിവിലേക്കാണ് നയിക്കുന്നത്. പുതിയ അറിവിലേക്ക് നയിക്കുന്നതാണ് ആഗമന രീതി. എന്നാൽ നിഗമന രീതി എന്ന് പറയുന്നത് അധ്യാപകൻ അറിവ് പകർന്നു കൊടുക്കുന്നതാണ് എന്ത്? നിഗമന രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ നിഗമന രീതി ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് അധ്യാപക കേന്ദ്രിതമാണ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അധ്യാപകനാണ് ഇവിടെ അറിവ് പകർന്നു കൊടുക്കുന്നത്. ഓക്കെ, ഇനി ആഗമന രീതിയിൽ പ്രവർത്തനങ്ങളിലൂടെ പുതിയ ആശയങ്ങളിൽ എത്തിച്ചേരുന്നു. അപ്പോൾ പ്രവർത്തനങ്ങളിലൂടെ പുതിയ ആശയത്തിൽ എത്തിച്ചേരുന്നതാണ് ആഗമന രീതി എന്ന് പറയുന്നത്. എന്നാൽ നിഗമന രീതിയിൽ എങ്ങനെയാണ്? അധ്യാപകൻ ആശയം വിശദീകരിച്ചു കൊടുക്കുന്നു. ഓക്കെ, ആഗമന രീതിയിൽ പ്രവർത്തനത്തിലൂടെ പുതിയ ആശയത്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ നിഗമന രീതിയിൽ അധ്യാപകനാണ് ആശയം വിശദീകരിച്ചു കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ആഗമന രീതി ഇൻഡക്റ്റീവ് മെത്തേഡിൽ സമയം അധികം വേണ്ടി വരുന്നു. അപ്പോൾ സമയം അധികം വേണ്ടി വരുന്ന ഒരു രീതിയാണ് ആഗമന രീതി എന്ന് പറയുന്നത്. എന്നാൽ നിഗമന രീതിയിൽ കുറച്ച് സമയമേ ആവശ്യമുള്ളൂ. കാരണം അധ്യാപകനാണല്ലോ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ, അതുകൊണ്ട് കുറച്ച് സമയം മാത്രം മതി. എന്നാൽ ആഗമന രീതിയിൽ സമയം കൂടുതൽ വേണ്ടി വരുന്നു എന്ന് പറയാനുള്ള കാരണം കുട്ടികളാണ് ഇവിടെ കണ്ടുപിടിക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് കുട്ടികളുടെ കാഴ്ചപ്പാടിന് യോജിച്ചതാണ് ഏത്? ആഗമന രീതി. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് കുട്ടികളുടെ കാഴ്ചപ്പാടിന് യോജിച്ചതാണ്. എന്നാൽ നിഗമന രീതിയിൽ എങ്ങനെയാണ്? മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് എന്ത്? ഈ നിഗമന രീതി ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് ആഗമന രീതി ഇൻഡക്റ്റീവ് മെത്തേഡിൽ അന്വേഷണാത്മക രീതി, പ്രൊജക്റ്റ് രീതി, പ്രശ്നാപഗ്രഥന രീതി എന്നിവയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ആഗമന രീതി ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് അന്വേഷണാത്മക രീതിയിലും പ്രൊജക്റ്റ് രീതിയിലും പ്രശ്നാപഗ്രഥന രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ നിഗമന രീതി ഏതിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പ്രഭാഷണ രീതിയിലും ഡെമോൺസ്ട്രേഷൻ രീതിയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ആഗമന രീതി ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? അന്വേഷണാത്മക രീതി, പ്രൊജക്റ്റ് രീതി, പ്രശ്നാപഗ്രഥന രീതി എന്നിവയിലൊക്കെയാണ് ഈ ഇൻഡക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഡിഡക്റ്റീവ് മെത്തേഡ് നിഗമന രീതി യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? പ്രഭാഷണ രീതി, ഡെമോൺസ്ട്രേഷൻ രീതി എന്നിവയിലാണ് നിഗമന രീതി ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തത് ആഗമന രീതി ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് വിശകലനാത്മക ചിന്ത വളർത്തുന്നു. വിശകലനാത്മക ചിന്ത വളർത്തുന്നത് ഒരു രീതിയാണ് ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ നിഗമന രീതി ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ആശയങ്ങൾ കേട്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അധ്യാപകനല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കുട്ടി എന്താ ചെയ്യുന്നത്? അവിടെ ആശയങ്ങൾ കേട്ടുപഠിക്കുന്നു. അപ്പോൾ മനസ്സിലായല്ലോ? ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. അടുത്തതാണ് പ്രഭാഷണ രീതി ലെക്ചർ മെത്തേഡ്. ഓക്കെ, പാരമ്പര്യ അധ്യാപന രീതിയാണ് ഏത്? പ്രഭാഷണ രീതി അഥവാ ലെക്ചർ മെത്തേഡ്. അധ്യാപകൻ ഇവിടെ സജീവമാണ്, വിദ്യാർത്ഥി നിഷ്ക്രിയയിലാണ്. അതായത് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അധ്യാപകനായിരിക്കും അല്ലേ. അധ്യാപകനായിരിക്കും ക്ലാസ്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. വിദ്യാർത്ഥികൾ എന്തായാലും ജസ്റ്റ് ഒരു കേൾവിക്കാർ മാത്രമായിട്ട്
മാറും. ഓക്കെ, അതായത് ഇപ്പോൾ കോളേജിലൊക്കെ എങ്ങനെയാണ്, ക്ലാസ്സിൽ വന്ന് ലെക്ചർ മെത്തേഡ് അല്ലേ അതൊക്കെ, കോളേജിൽ ഉള്ളതൊക്കെ ലെക്ചർ മെത്തേഡാണ്. ഓക്കെ, അതായത് അധ്യാപകൻ വന്ന് പറഞ്ഞിട്ട് പോകുക എന്നുള്ള രീതിയിലാണല്ലോ. അവിടെ കുട്ടികൾക്ക് വലിയ റോളൊന്നും ഉണ്ടാവില്ല, അവർ ജസ്റ്റ് ഒരു കേൾവിക്കാർ എന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നത്. ഓക്കെ, ഉയർന്ന ക്ലാസ്സുകളിൽ ഇത് ഉപയോഗപ്രദമാണ്. ആദർശവാദത്തിൻ്റെ തത്വശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പ്രഭാഷണ രീതി. ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ആദർശവാദത്തിൻ്റെ തത്വശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്താണ്? ചെലവ് കുറഞ്ഞതാണ്, പഠനോപകരണങ്ങൾ ആവശ്യവുമില്ല. ഇവിടെ എന്താണ്? പഠനോപകരണങ്ങളുടെ ആവശ്യമില്ല ഇവിടെ, കാരണം ഇവിടെ പ്രഭാഷണമാണ് നടക്കുന്നത് അല്ലേ, പ്രഭാഷണ രീതിയാണ്. ലെക്ചർ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? പഠനോപകരണങ്ങളുടെ ആവശ്യവുമില്ല, ചെലവ് കുറവുമായിരിക്കും. പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങൾ അവതരിപ്പിച്ചവരാണ് റോങ്സ്കിയും സ്റ്റാൻലിയും കേട്ടോ. സ്റ്റാൻലിയും റോങ്സ്കിയും എന്താണ്? പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങൾ അവതരിപ്പിച്ചു. ഓക്കെ, ഇനി പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണ്ടേ? കുട്ടികളിൽ താല്പര്യം ഉണർത്തുവാൻ, ടു മോട്ടിവേറ്റ്; വ്യക്തത വരുത്തുവാൻ, ടു ക്ലാരിഫൈ; അവലോകനം ചെയ്യൽ, ടു റിവ്യൂ; വിപുലീകരിക്കാൻ, ടു എക്സ്പാൻഡ്. അങ്ങനെ 4 ധർമ്മങ്ങളാണ് റോങ്സ്കിയും സ്റ്റാൻലിയും കൂടെ അവതരിപ്പിച്ചത് കേട്ടോ. പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? കുട്ടികളിൽ താല്പര്യം ഉണർത്തുവാൻ, വ്യക്തത വരുത്തുവാൻ, അവലോകനം ചെയ്യൽ, വിപുലീകരിക്കൽ. ടു മോട്ടിവേറ്റ്, ടു ക്ലാരിഫൈ, ടു റിവ്യൂ, ടു എക്സ്പാൻഡ്. ഓക്കെ അല്ലേ? അടുത്ത മെത്തേഡാണ് ഡെമോൺസ്ട്രേഷൻ രീതി അല്ലേ. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? അധ്യാപക കേന്ദ്രിത പഠന രീതിയാണ് അല്ലേ. അപ്പോൾ അധ്യാപക കേന്ദ്രിത പഠന രീതികൾ ഏതൊക്കെയാണ്? ആഗമന നിഗമന രീതികൾ, പിന്നെ പ്രഭാഷണ രീതി, അടുത്തത് ഡെമോൺസ്ട്രേഷൻ രീതി. ഈ ഡെമോൺസ്ട്രേഷൻ്റെ മീനിങ് എന്താണ്? പ്രവർത്തനം അഥവാ ആശയം നടപ്പിലാക്കുക എന്നതാണ് ഡെമോൺസ്ട്രേഷൻ്റെ മീനിങ് കേട്ടോ. ഡെമോൺസ്ട്രേഷൻ്റെ മീനിങ് എന്താണ്? പ്രവർത്തനം അഥവാ ആശയം നടപ്പിലാക്കുക എന്നതാണ്. ഫ്ലിപ്പ് ചാർട്ട്, പോസ്റ്റർ, പവർ പോയിൻറ്റ്സ് മുതലായവയുടെ സഹായത്തോടെ ഒരു ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഏത്? ഡെമോൺസ്ട്രേഷൻ രീതി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഫ്ലിപ്പ് ചാർട്ട്, പോസ്റ്റർ, പവർ പോയിൻറ്റ്സ് മുതലായവയുടെ സഹായത്തോടു കൂടിയിട്ട് ഒരു ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഡെമോൺസ്ട്രേഷൻ രീതി എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികൾക്ക് വിഷയം കൂടുതൽ ആഴത്തിലും എളുപ്പത്തിലും മനസ്സിലാക്കുന്നതിനും പഠന പ്രക്രിയ സജീവമായി നിലനിർത്താനും സഹായിക്കുന്ന ഒരു രീതിയാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികൾക്ക് വിഷയം കൂടുതൽ ആഴത്തിലും എളുപ്പത്തിലും മനസ്സിലാക്കുന്നതിനും പിന്നെന്താ പഠന പ്രക്രിയ സജീവമായി നിലനിർത്താനും സഹായിക്കുന്ന ഒരു രീതിയാണ് ഏത് രീതി? ഡെമോൺസ്ട്രേഷൻ രീതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡെമോൺസ്ട്രേഷൻ രീതിയുടെ 6 ഘട്ടങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡെമോൺസ്ട്രേഷൻ രീതിയുടെ എത്ര ഘട്ടമാണ്? 6 ഘട്ടങ്ങൾ കേട്ടോ. ആസൂത്രണവും തയ്യാറെടുപ്പും, പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ. നമുക്കറിയാമല്ലേ, ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ബി.എഡും ഡി.എഡുകാരൊക്കെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഡെമോൺസ്ട്രേഷൻ രീതി എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആസൂത്രണം തയ്യാറെടുപ്പും വേണം അല്ലേ, പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ എന്തായാലും വേണം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാം? ഇൻട്രൊഡ്യൂസിങ് ലെസൺ എന്ത് ചെയ്യണം? അവതരിപ്പിക്കണം, പാഠം നമ്മൾ അവതരിപ്പിക്കണം. പിന്നെ വിഷയത്തിൻ്റെ അവതരണമാണ് അല്ലേ, പ്രസൻറ്റേഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ആ വിഷയം നമ്മൾ എന്ത് ചെയ്യണം? അവതരിപ്പിക്കണം. പിന്നെന്താണ്? പ്രദർശനം, ഡെമോൺസ്ട്രേഷൻ നടത്തണം. പിന്നെന്താണ്? ടീച്ചിങ് എയ്ഡ് യൂസ് ചെയ്യണം. പിന്നെയാണ് ലാസ്റ്റ് മൂല്യനിർണ്ണയം നടത്തുന്നത്. ഓക്കെ, അങ്ങനെ 6 മെത്തേഡാണ്, 6 ഘട്ടമാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പഠന രീതികൾ അല്ലേ, 2 പഠന രീതികളാണുള്ളത്. ഏതൊക്കെയാണ്? ശിശു കേന്ദ്രിത രീതിയും അധ്യാപക കേന്ദ്രിത രീതിയും. അപ്പോൾ ശിശു കേന്ദ്രിത രീതിയിൽ ഉൾപ്പെടുന്നതാണ് അന്വേഷണാത്മക രീതി, പ്രശ്നപരിഹരണ രീതി, പിന്നെ അപഗ്രഥന രീതി, പ്രൊജക്റ്റ് രീതി, കളി രീതി അഥവാ ക്രീഡ രീതി അല്ലേ. അങ്ങനെയെങ്കിൽ അധ്യാപക കേന്ദ്രിത രീതിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ആഗമന നിഗമന രീതികൾ, പ്രഭാഷണ രീതി, ഡെമോൺസ്ട്രേഷൻ രീതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് പഠന രീതികൾ എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഒരു കുഞ്ഞു ടോപ്പിക്കും കൂടി പഠിച്ചാൽ പഠന രീതികൾ എന്ന ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്താ നോക്കാം. ഡാൾട്ടൺ പദ്ധതി കേട്ടിട്ടുണ്ടോ? ഡാൾട്ടൺ പദ്ധതി കേട്ടിട്ടുണ്ടാവും. PYQ ആണിത്. ഡാൾട്ടൺ പദ്ധതി എന്താണെന്നും ഡാൾട്ടൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഡാൾട്ടൺ പദ്ധതി എന്നത്. അമേരിക്കയിലെ ഡാൾട്ടൺ ഹൈസ്കൂളിൽ ഉരുത്തിരിഞ്ഞു വന്ന പദ്ധതിയാണ് ഡാൾട്ടൺ പദ്ധതി. എവിടെയാണ്? അമേരിക്കയിലെ ഡാൾട്ടൺ ഹൈസ്കൂളിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പദ്ധതിയാണ് ഡാൾട്ടൺ പദ്ധതി. ഡാൾട്ടൺ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? മിസ് ഹെലിൻ പാർക്ക്ഹേസ്റ്റ് ആണ്.
മിസ് ഹെലിൻ പാർക്ക്ഹേസ്റ്റ് ആണ് ഡാൾട്ടൺ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. ഡാൾട്ടൺ പദ്ധതി ലക്ഷ്യമിടുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു മുറിയിലിരുന്ന് നിർദ്ദിഷ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് ഡാൾട്ടൺ പദ്ധതി ലക്ഷ്യമിടുന്നത്. അപ്പം ഡാൾട്ടൺ പദ്ധതിയുടെ ലക്ഷ്യം എന്നത് എന്താണ്? ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു മുറിയിലിരുന്ന് നിർദ്ദിഷ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് കേട്ടോ. ഡാൾട്ടൺ പദ്ധതി അറിയപ്പെടുന്നത് ലബോറട്ടറി പദ്ധതി എന്നാണ് കേട്ടോ. ഡാൾട്ടൺ പദ്ധതി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ലബോറട്ടറി പദ്ധതി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡാൾട്ടൺ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? മിസ് ഹെലിൻ പാർക്ക്ഹേസ്റ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഡാൾട്ടൺ പദ്ധതി അറിയപ്പെടുന്നത് ലബോറട്ടറി പദ്ധതി എന്നാണ്. ഡാൾട്ടൺ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു മുറിയിലിരുന്ന് നിർദ്ദിഷ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് പഠന രീതികൾ എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ജസ്റ്റ് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായ, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.